നമ്മൾ കോഴിക്കോട് അന്നശ്ശേരിയുള്ളൊരു സൈറ്റിലാണ് 2 വർഷം മുമ്പ് ചെയ്തൊരു സൈറ്റാണിത്. അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ക്ലാഡിങ്ങും ചെയ്തിട്ടുണ്ട്, പേവിങ്ങും ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് റഫ് ഗ്രാനൈറ്റ് ആണ്. റഫ് ഗ്രാനൈറ്റിൽ നമ്മളൊരു സിംഗിൾ ലൈൻ ഗ്രാസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഓണർ കുറച്ചുകൂടെ ലാൻഡ്സ്കേപ്പൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പ്ലാന്റ്സും അത് ഇൻറ്റീരിയറിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സൈറ്റിൽ ചെയ്തിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റാൻഡ്രബിൾ ക്ലാഡിംഗ് ആണ്. ഒരു ഗ്രേയിഷ് ബ്ലാക്ക് കളറിലുള്ള സ്റ്റോണാണ്. അത് നമ്മൾ മാക്സിമം ചേർത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു വാളിലും പിന്നെ അതേപോലെ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റിൻ്റെ വാളിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീടിൻ്റെ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റെപ്പ്, അതായത് നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് തന്നെ ഈ റഫ് ഗ്രാനൈറ്റ് വെച്ചിട്ട് തന്നെ നമ്മളൊരു സ്റ്റെപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഒരു കോബിൾ സ്റ്റോൺ ഏരിയ, അതായത് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ചെയ്തു. കോബിൾ സ്റ്റോൺ ബ്ലാക്കാണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ഫ്ലെയിംഡ് ഫിനിഷാണ്. അവിടുന്ന് നമ്മളൊരു പാസേജും ചെയ്തിട്ടുണ്ട്, ഗ്രാസും പ്ലാന്റ്സൊക്കെ വെച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണറിന് കുറച്ചുകൂടി ലാൻഡ്സ്കേപ്പിൽ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മിക്ക വീടുകളിലും നമ്മളെ ഫ്രണ്ടിൽ നിന്ന് സൈഡിലൂടെ നടന്ന് നമ്മളെ വീടിൻ്റെ ബാക്കിലേക്കൊക്കെ പോകുന്ന ഒരു മതിലും അതേപോലെ വീടും തമ്മിലുള്ളൊരു ഗ്യാപ്പ്, അതായത് ആ ഒരു സ്ഥലം മിക്ക വീടുകളിലും വൃത്തികേടായി കിടക്കുന്നുണ്ടാവും. നമുക്കത് കുറച്ചുകൂടി വൃത്തിയാക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ പ്ലാന്റ്സും ഗ്രാസും സ്റ്റോൺസൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ വീട്ടിൽ ഈ ഒരു ഇത്രയും ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തത്. ഈ സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാഡിംഗ് സ്റ്റോൺ, അതായത് ഈ റാൻഡറബിൾ ക്ലാഡിങ് ട്രെൻഡ് ആവുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളൊരു സൈറ്റാണ്. പക്ഷേ ഇപ്പോഴും ഇപ്പം ചെയ്ത, അതായത് ആ പുതുമ, ഈ ഒരു ലുക്ക്, അതായത് ഈ ഒരു ക്ലാഡിങ്ങിന് നമുക്കത് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മൾ കുറച്ച് ഇതിൻ്റെ ഒരു ക്ലിയർ അടിച്ചിട്ടുള്ള ഫിനിഷ്, ഇവിടെ ക്ലിയർ അടിച്ചിട്ടില്ല, ക്ലിയർ അടിച്ചിട്ടുള്ളൊരു ഫിനിഷാണ് ഈ ഒരു ഇത് കണ്ടില്ലേ. വേറെ കളർ വേരിയേഷനോ അല്ലെങ്കിൽ പലരും വീഡിയോസിലൊക്കെ ഓരോന്ന് പറയാറുണ്ട്, പൂപ്പൽ പിടിക്കുക, പായൽ പിടിക്കുക, അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇവിടെ നിന്നല്ല, ബാക്കിലും നമ്മളിതിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വെയിലും മഴയൊക്കെ കൊള്ളുന്നൊരു ഏരിയ ആണ്. ഇത് കണ്ടില്ലേ, പലരും പറയും പൂപ്പലും പായലൊക്കെ പിടിക്കുന്ന കല്ലിൻ്റെ മുകളിൽ. ഒരു കുഴപ്പമില്ല. 2 കൊല്ലം ഇവിടെ ചെയ്തിട്ട്. ഈ വീട്ടിൽ നമ്മളൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, വീടിൻ്റെ ഉള്ളിലൊരു മരം. ഈ മരം നമുക്ക് ഏകദേശം ഇത്ര ഇല്ലായിരുന്നു, ഇതിൻ്റെയൊക്കെ ഒരു കുറച്ച് ഐറ്റം ഉള്ളായിരുന്നു. ഇപ്പം 2 വർഷം കൊണ്ട് ഒരുപാട് വളർന്നു. പക്ഷെ ഇപ്പം അവിടെ മാത്രം, അതായത് ടോപ്പിൽ മാത്രമേ നമുക്ക് ഇലകളുള്ളൂ വെയിൽ കിട്ടുന്ന സ്ഥലത്ത്. നിങ്ങളുടെ വീട്ടിലെ വാഷ് ഏരിയ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഷ് ഏരിയ ഒന്ന് നോക്കാം. ഈ വാഷ് ഏരിയ നമ്മൾ ചെയ്തിട്ടുള്ളത് 4 ഇഞ്ച് ബൈ 4 ഇഞ്ചിൻ്റെ ലൈം സ്റ്റോണിൻ്റെ ക്ലാഡിംഗ് ആണ്. 4 ഇഞ്ച് ബൈ 4 ഇഞ്ചിൻ്റെ സൈസിലാണ്, സ്ക്വയർ പാറ്റേണിൽ നമ്മൾ ചെയ്തു. എന്തായാലും ഇതുപോലുള്ള ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളോ ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകളോ ചെയ്യാൻ തീർച്ചയായിട്ടും ബിസോട്ടിക് സ്റ്റോണിൻ്റെ ബന്ധപ്പെടുക. താഴെ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.